അത് 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 അദ്ദേഹം എഴുതി വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന് കൊടുക്കുകയും വിയ്യൂർ ജയിൽ സൂപ്രണ്ട് പ്രോപ്പർ ചാനലിലൂടെ ജയിലിലെ രജിസ്റ്റർ രേഖപ്പെടുത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ തപാലിൽ അയച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ അതിനെ തപാലിൽ രേഖപ്പെടുത്തി സ്വീകരിച്ചാണ് മേയർക്ക് ഇന്ന് കൈമാറുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ലഭിച്ച വിയ്യൂർ ജയിലിൽ ലഭിച്ച കത്തും ലഭിച്ചു. അല്ല, ഇത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിനെ പിന്തുണച്ചതാണ് ഞങ്ങൾ കണ്ടത്. അത് അദ്ദേഹം കൈ ഉയർത്തി പിന്തുണച്ചു. അദ്ദേഹത്തിന് പിന്തുണച്ചു എന്ന് കൗൺസിൽ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം കൈ ഉയർത്തി തന്നെ പിന്തുണയ്ക്കുകയായിരുന്നു. അതുകൊണ്ടാണ്. ബാക്കി എന്താണ് എന്ന് അദ്ദേഹത്തോട് അത് അദ്ദേഹത്തിന് എന്റെ അഭിപ്രായം അദ്ദേഹം തന്നെയാണ് പറയുന്നത്. മേയർ എന്നുള്ള നിലയ്ക്ക് ലൈസൻസ് എടുത്തപ്പോഴേക്കും അദ്ദേഹം സുഗതന്റെ അപേക്ഷ പിന്തുണയ്ക്കുന്നതായിട്ട് കൈവർത്താമത് കൈ ഉയർത്തി. അത് കണ്ടിട്ടാണ് അതുകൂടെ എണ്ണിക്കൂട്ടിയത്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തോട്. അങ്ങനെയാണെങ്കിൽ ശ്രീകുമാർ എന്ന CPM കൗൺസിൽ വരാത്തതും അത് അതുകൊണ്ടാണോ? ആരാ ചോദിച്ചത്? മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു സ്വതന്ത്രനായിട്ട് ജയിച്ച ഒരു കൗൺസിലർ അദ്ദേഹത്തെ അങ്ങനെയൊക്കെ വഴങ്ങുന്ന ആളാണെന്ന് അങ്ങനെ പറയുന്നത് ദീപകിന് എന്താ സംഭവിച്ചത്? മുമ്പൊന്നും ഈ പ്രശ്നമില്ല ദീപകിന്. കുറച്ചുകൂടെ ഒരാളിനെ അദ്ദേഹം ഇങ്ങനെ വാങ്ങിക്കൊണ്ടൊക്കെ മാറുമെന്ന് അധിക്ഷേപിക്കുന്നത് ശരിയാണ്? അല്ല, അതല്ല പറയേണ്ടത്. അവരുടെ ഭാഗത്തൊരു കൗൺസിലർ വന്നില്ല, അപേക്ഷ ഒന്നും പറഞ്ഞില്ല. അതെന്തു പറ്റും? അല്ല, അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല. നോക്കിയപ്പോ അവിടെ കൈ ഉയർത്തിയവരുടെ എണ്ണിയപ്പോഴേക്കും 50 പേര് കൈ ഉയർത്തിയിരിക്കുന്നു. അത് എല്ലാം കുറെ കാലം കൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് അല്ല, വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ നമുക്ക് ഇല്ലല്ലോ. എന്ത് അത് ഭരണത്തിന് വേറെ തടസ്സ സ്തംഭനമൊന്നും ഉണ്ടാവാൻ പാടില്ല. അല്ല, അങ്ങനെയുള്ള കമന്റ് ഒന്നും പറയുന്നില്ല. അങ്ങനെയൊന്നും പരിശോധിച്ചിട്ടുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ജയിച്ചു വരുന്ന, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ച വിഷയത്തിന് പുറത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം ഇന്ന് വരെ ഏതെങ്കിലും ഒരു അംഗത്തിന് വരാൻ അസൗകര്യം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും മേയർ അത് പറയുമ്പോൾ ഇന്ന് വരെ ഈ കോർപ്പറേഷൻ ചരിത്രത്തിൽ അംഗങ്ങൾ നേതൃത്വത്തിലുണ്ട്? ഞാൻ 5 വർഷം കൗൺസിലറായിരുന്നു. കഴിഞ്ഞ 6 മാസം കൊണ്ട് മേയറാണ്. എൻ്റെ അറിവിലില്ല. ഇദ്ദേഹം 20-25 കൊല്ലം കൗൺസിലറാണ്. അദ്ദേഹം 15 കൊല്ലം കൗൺസിലറാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും, ഞാനും രാധാകൃഷ്ണൻ ഇതിൽ ആദ്യത്തെ ടൈമിൽ വരുന്നത്. ബാക്കി ഏറെക്കുറെ സജി ഗിരിയൊക്കെ ആശയം 8 കൊല്ലം കൊണ്ട് കൗൺസിലർ. ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ജയിച്ചു വന്ന ഒരാളിന് വ്യക്തിപരമായ അസൗകര്യം കൊണ്ട് വരില്ല എന്ന് പറയുമ്പോൾ, അല്ല, അയാൾ വരാതിരുന്നാൽ എന്താ അതിന് അനുവദിക്കാൻ ഒക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ കീഴ്വഴക്കത്തിന് LDF തുടക്കം കുറിച്ചിരിക്കും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു അംഗം സുഖമില്ലടക്കി വേറെന്തെങ്കിലും ആവശ്യം കൊണ്ട് പറയുമ്പോഴേക്കും അപ്പുറത്ത് 50 പേര് എഴുന്നേറ്റ് അനുവദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ സ്വാഭാവികമായി കാണാൻ കഴിയും. ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് കാപ്പ കേസ് ചുമത്തി ജയിലിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി പറഞ്ഞതാണ്. ജനാധിപത്യ സംവിധാനത്തില് ഓരോ വ്യക്തികളെ തെരഞ്ഞെടുപ്പിന് പോലും ക്രിമിനൽ കേസിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ നോമിനേഷൻ പോലും കൊടുക്കുമ്പോൾ സൂക്ഷ്മ പരിശോധന ചെയ്യുക. അപ്പൊ ഇത് വളരെ സ്വാഭാവികമായിട്ട് പറയാൻ കഴിയുന്നതാണോ? ഈ അസുഖം ബാധിതരായി അവധി ചോദിക്കുന്നവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ സ്വാഭാവികമായിട്ട് കാണണ്ട. അല്ല, വളരെ സ്വാഭാവികമായി മേയർ പറയുന്നു, അതുകൊണ്ട് ചോദിച്ചാണ്. അങ്ങ് സ്വാഭാവികമായിട്ട് ഞാൻ മേയറല്ല, സംസ്ഥാന സർക്കാരിന്റെ സർക്കുലറും കൂടെ ഉണ്ടല്ലോ. അല്ല, ഇത് സ്വാഭാവികമായി കമ്പയർ ചെയ്യുമ്പോഴേ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു ഞാൻ പറയുന്ന അങ്ങ് അങ്ങനെ കമ്പയർ ചെയ്തോളൂ. അങ്ങയുടെ പെർസ്പെക്റ്റീവിൽ ഇന്റർപ്രറ്റ് ചെയ്തോളൂ. ഈ അവധി അപേക്ഷയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തീർത്തത് ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ്. എങ്ങനെ പാസ്സാക്കി എടുക്കുക എന്ന് പറയുന്നു. ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മുനിസിപ്പൽ ആക്ടിനെയാണ്. 91K, സെക്ഷൻ 91K മുനിസിപ്പൽ ആക്ട്. ഇതാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അദ്ദേഹം ഒന്ന് വായിക്കാതെ തന്നെ 91K അതൊക്കെ പറഞ്ഞത് 91K എന്ന് ഞാൻ പറഞ്ഞു. ബുക്ക് 2 കൊടുത്തിട്ടുണ്ട്, എല്ലാ കൗൺസിലും പറഞ്ഞു. ഓക്കെ, അതെ. അപ്പോ അയാൾ അറസ്റ്റ് ചെയ്തില്ല. അല്ല, സർക്കുലർ വന്നതാണ്, സംസ്ഥാന സർക്കാരിന്റെ സർക്കുലർ.
അത് നേരത്തെ അറിയാത്തതിൽ നിങ്ങൾക്ക് ഒരു വിഷമമുണ്ട്, എനിക്കറിയാം. അത് മനസ്സിലാക്കുന്നു. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ സർക്കുലറും ആക്ടും അനുസരിച്ചാണ് കോർപ്പറേഷൻ പ്രവർത്തിച്ചിരിക്കുന്നത്. സെക്രട്ടറി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങളെ ഇന്ന് ഉറങ്ങണേ എല്ലാവരും. സന്തോഷം, സഹകരിച്ചില്ല എല്ലാവർക്കും നന്ദി. പോട്ടെ.